നമസ്കാരം. മറുപടി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വന്യമൃഗങ്ങളെക്കാൾ വനപാലകരെ പേടിച്ച് കഴിയേണ്ട ഗതികേടിലാണോ ഇന്ന് മലയോര മേഖലയിലെ പാവപ്പെട്ട കർഷക ജനത? ഒരുപക്ഷെ കാട്ടാനെ ആക്രമിച്ചാലും കാട്ടുപന്നി ആക്രമിച്ചാലും കടുവ ആക്രമിച്ചാലും ഒരൊറ്റ കുത്തിന് അല്ലെങ്കിൽ ഒരൊറ്റ ആക്രമണത്തിൽ ഒരൊറ്റ ചവിട്ടിന് ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ ചിലർ നടത്തുന്ന ആക്രമണം നാടിനെ കാടാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഭീഷണിയുടെ രൂപത്തിൽ, ബുൾഡോസറിന്റെ രൂപത്തിൽ, മാനസിക പീഡനങ്ങളുടെ രൂപത്തിൽ, നോട്ടീസിന്റെ ഒക്കെ രൂപത്തിൽ ഈ വനവിസ്തൃതി വല്ലാന്തങ്ങ് കൂട്ടുക എന്ന ലക്ഷ്യത്തോടെ ചിലർ നടത്തുന്ന ആക്രമണങ്ങൾ മലയോര ജനതയുടെ നിലനിൽപ്പിനെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്ന ദാരുണമായിട്ടുള്ള ചില കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ തൊമ്മൻകുത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം, കൈവശാവകാശ രേഖയോടുകൂടി തന്നെ സ്വന്തം ഭൂമിയിൽ ജീവിക്കുന്ന ജനതയുടെ മേൽ, മലയോര ജനതയുടെ മേൽ കുതിര കയറാൻ വനംവകുപ്പിനെ കയറൂരി വിട്ടത് ആരാണ്? യഥാർത്ഥത്തിൽ ഇവരുടെ ലക്ഷ്യം എന്താണ്? അജണ്ടകൾ എന്തൊക്കെയാണ്? ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള മറുപടികളുമായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സിറോ മലബാർ സഭ PRO ഫാദർ ഡോക്ടർ ടോം ഒലിക്കരോട്ടാണ്. അച്ഛാ, സ്നേഹത്തോടെ അങ്ങേ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അക്ഷരാർത്ഥത്തിൽ വെച്ചാൽ നമുക്ക് ഇപ്പോൾ മലയോര മേഖലയിലേക്ക് കണ്ണോടിക്കുകയാണെങ്കിൽ ഓരോ സീസണിലും മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ഓരോ ശത്രുക്കളാണ്. ഇപ്പോൾ വേനൽക്കാലം എടുക്കുമ്പോൾ എപ്പോഴും വന്യമൃഗങ്ങളുണ്ട്, ഒപ്പം തന്നെ പ്രകൃതിയുണ്ട്. ഇപ്പോൾ മഴക്കാലം വരുമ്പോൾ പ്രകൃതിയോട് പടവെട്ടേണ്ട ഒരു ഗതികേട്. എന്നാൽ എല്ലാ സീസണിലും മലയോര ജനതയ്ക്ക് ഇപ്പോൾ ഒരു കോമൺ ഒരു ശത്രു ഉണ്ട്, വനം വകുപ്പ്. എന്തുകൊണ്ടാണ് ഈ വനം വകുപ്പ് ഈ മലയോര ജനതയുടെ ഒരു പേടി സ്വപ്നമായി മാറുന്നത്? പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ തൊമ്മൻകുത്ത് നടന്ന ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ, കുരിശ് പൊളിച്ചു മാറ്റുന്ന സംഭവങ്ങൾ, അത് സ്ഥാപിച്ചവർക്കെതിരെ നോട്ടീസ് പതിച്ചുകൊണ്ട്, അവർക്ക് നോട്ടീസ് നൽകിക്കൊണ്ട് വനംവകുപ്പ് ആ പ്രദേശമാകെ ഓടി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സംഭവങ്ങളെ സിറോ മലബാർ സഭ എങ്ങനെ നോക്കിക്കാണുന്നു? എങ്ങനെയാണ് ഈ മലയോര മേഖലയിൽ ഈ വനം വകുപ്പ് എല്ലാ സംവിധാനങ്ങളെക്കാൾ മുകളിൽ ഒരു സൂപ്പർ പവറായി മാറിക്കൊണ്ടിരിക്കുന്നത്? ഫാദർ ടോം ഒലിക്കരോട്ട്. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഒരു സത്വരമായ ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ ജോർജി സംസാരിച്ചത്. വനാതിർത്തികളോട് ചേർന്ന് ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന കൃഷിക്കാരായിട്ടുള്ള മനുഷ്യർ, അവരുടെ ജീവനും സ്വത്തിനും യാതൊരു സുരക്ഷിതത്വമില്ലാത്ത ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അതുതന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒക്കെ തന്നെ അടിത്തറയായിട്ട് നിൽക്കുന്ന, ഒരുപക്ഷെ വികസിത രാജ്യങ്ങളിൽ ഒക്കെയും, ഒരുപക്ഷെ ഇന്ത്യയിലെ കേരളം ഒഴിച്ചുള്ള മറ്റു സംസ്ഥാനങ്ങളൊക്കെയും നമ്മൾ പരിഗണിച്ചാൽ അവിടൊക്കെ ഗവൺമെന്റുകൾ ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കുന്ന, വിലമതിക്കുന്ന ഒരു വിഭാഗമാണ് കർഷകർ എന്ന് പറയുന്നത്. കാരണം കാർഷിക വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു സമ്പദ്ഘടനയുടെയും സംസ്കാരത്തിന്റെയും ഒക്കെ തന്നെ അടിത്തറയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഏറ്റവും പരിഗണിക്കപ്പെടേണ്ട മനുഷ്യർ ഇന്ന് ഏറ്റവും അധികം ഉപദ്രവിക്കപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അരക്ഷിതരായിട്ട് കഴിയുന്നത് കേരള സമൂഹത്തിൽ ആരെന്ന് ചോദിച്ചാൽ കൃഷിക്കാരാണ്. അതിൽ പ്രത്യേകിച്ച് മലയോരത്ത് വനാതിർത്തികളോടൊക്കെ ചേർന്നുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരാണെന്നുള്ളതാണ്. ഇന്ന് നമ്മൾ കടുവ കടിച്ചും അല്ലെങ്കിൽ ആന ചവിട്ടിയും ഒക്കെ കൊല്ലപ്പെടുന്ന, കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരെ കുറിച്ചുള്ള വാർത്ത അതൊരു വാർത്തയല്ലാതായിട്ട് മാറി. ജനവാസ മേഖലയിൽ ഒരു കാട്ടാന ഇറങ്ങിയാൽ ഒരു 10 വർഷം മുമ്പ് അത് വാർത്തയായെങ്കിൽ ഇന്ന് അതിനൊരു ന്യൂസ് വാല്യൂ ഇല്ല. കാരണം അതൊരു നിത്യസംഭവമാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടുമാണ്, സ്വന്തം കൃഷിയിടത്തിൽ ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കടുവ കടിച്ചെടുത്തുകൊണ്ട് പോയി അയാളുടെ ശരീരത്തിന്റെ പകുതി ഭാഗങ്ങൾ ഭക്ഷിക്കുന്നു. നമ്മളിത് കേൾക്കുന്ന എവിടാണ്? വനത്തിൽ പോയ മനുഷ്യനെ കുറിച്ചല്ല, അയാളുടെ കൃഷിയിടത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യന് സംഭവിച്ച ദാരുണമായ അവസ്ഥയാണ്. ഇത് ഒറ്റ തിരിഞ്ഞതല്ല. കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ കാട്ടുപന്നിയുടെ, ഇന്ന് നമ്മൾ വനാതിർത്തികളോട് ചേർന്നല്ല, വനാതിർത്തികളിൽ നിന്ന് ഒരുപക്ഷെ നൂറുകണക്കിന് കിലോമീറ്ററുകൾക്ക് ഇപ്പുറം ജീവിക്കുന്ന ആളുകൾക്ക് പോലും അവർക്ക് സുരക്ഷിതമില്ലാത്ത രീതിയിൽ വന്യമൃഗങ്ങൾ കടന്നു കയറുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ഗൗരവമായിട്ട് പൊതുസമൂഹം കാണേണ്ടതുണ്ട്. അതിനേക്കാളൊക്കെ ഗവൺമെന്റുകളുടെ ഉദാസീനതകൾ, അവരുടെ വാഗ്ദാനങ്ങൾക്കപ്പുറം, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പുകൾ എടുക്കുമ്പോൾ നടത്തുന്ന വാഗ്ദാനങ്ങൾക്കപ്പുറം ആത്മാർത്ഥമായിട്ട് ഇവിടെയുള്ള കൃഷിക്കാരെ, കർഷക സമൂഹത്തെ, മലയോര നിവാസികളെ സംരക്ഷിക്കാൻ ഇവരെന്തു ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഗൗരവമായ ഒരു വിലയിരുത്തലും പൊതുസമൂഹത്തിന്റെ ഒരു ജാഗ്രതയോടെയുള്ള ഇടപെടലും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്.
ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ വളരെ ലളിതമായി പറഞ്ഞു പോകുന്നതിനപ്പുറം മലയോര നിവാസികൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നത്തിന്റെ ആഴം പൊതുശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നില്ലെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വനാതിർത്തികൾ കഴിയുന്ന മനുഷ്യർ, വന്യജീവി ഭീഷണി ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ പ്രകടമായ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ മൂലം സംഭവിക്കുന്ന കൃഷിനാശങ്ങൾ മറ്റൊരു ഭാഗത്ത്. അപ്പോൾ ഒരു ജീവഭയത്തിൽ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലെ മലയോര നിവാസികൾ, യഥാർത്ഥത്തിൽ കൃഷിക്കാർ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉള്ള വിഷയത്തിന്റെ ഒക്കെയും നടുക്ക് നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നതും അതുപോലെ ആശങ്ക ജനിപ്പിക്കുന്നതുമായ ഒരു കാര്യം, ഇന്ന് ഗവൺമെന്റിനും മീതെ, അല്ലെങ്കിൽ ഗവൺമെന്റ് വേണ്ട നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താതെ ഒരു സൂപ്പർ പവറായിട്ട് കയറൂരി വിട്ടിരിക്കുന്ന വനം വകുപ്പിനെ കുറിച്ച് ഗൗരവമായ ആശങ്ക ഇവിടെയുള്ള മനുഷ്യർക്കുണ്ട്. അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം 12-ാം തീയതി തൊമ്മൻകുത്തിലെ നരിയന്താനം എന്ന് പറയുന്ന സ്ഥലത്ത് സ്വകാര്യ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന ഒരു കുരിശ്, ഒരു നോട്ടീസ് നൽകുകയോ യാതൊരു വിശദീകരണങ്ങൾ ചോദിക്കുകയോ ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു ബുൾഡോസറുമായിട്ട് വരുന്നു. വനംവകുപ്പ് ഇതർ അത് നിഷ്കരണം പറിച്ചെടുത്ത് അത് ദൂരെ കളയുന്നു. ഇവിടെ ഈ സംഭവത്തെക്കുറിച്ച് തൊടുപുഴ തഹസീൽദാർ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ഈ കുരിശ് സ്ഥാപിച്ചിരുന്നത് ജനവാസ ഭൂമിയിലാണ്. വനത്തിന്റെ അതിർത്തികൾ നിർണയിക്കുന്ന ജണ്ടയ്ക്കും വെളിയിലുള്ള കച്ചവട സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും വീടുകളും കൃഷിയിടങ്ങളും ഒക്കെയുള്ള ഒരു ജനവാസ ഭൂമിയിലാണ് ഈ പറഞ്ഞ കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത്, ഒരു വ്യക്തിയുടെ സ്വകാര്യ ഭൂമിയിലായി. അപ്പോൾ അവിടെ വനംവകുപ്പിന് യാതൊരു അവകാശവുമില്ലാത്ത ഒരു സ്ഥലത്ത് അവർ റവന്യൂ ഭൂമിയിൽ ഇടപെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഒരു ഗൂഢ ലക്ഷ്യങ്ങളുണ്ടോ? എന്നിട്ടും ഇത്രയും വലിയൊരു അതിക്രമം നടത്തിയ ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗവൺമെന്റ് തലത്തിൽ എന്ത് നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഒരു നടപടിയും കാര്യക്ഷമമായി സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ വനപാലകരെ കടുത്ത അതിക്രമങ്ങൾക്ക് കയറൂരി വിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ദിവസങ്ങളിലെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, ആ കുരിശുമായി ബന്ധപ്പെട്ട സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ, അതിൽ ഇടപെട്ടിട്ടുള്ള ആളുകളുടെ വീട് വീടാന്തരം ഈ പെരുമഴക്കാലത്ത് കയറി ഇറങ്ങി അവരെ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. 15 ദിവസത്തിനോളം DFOയുടെ അടുത്ത് ചോദ്യം ചെയ്യലിന് കടന്നു വരണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റവന്യൂ ഭൂമിയിൽ താമസിക്കുന്ന സാധാരണക്കാരായ പൗരന്മാരെ ചോദ്യം ചെയ്യലിന് വിളിക്കാൻ DFOയ്ക്ക് എന്ത് അധികാരമാണുള്ളത്? അയാളുടെ അധികാരം വനത്തിന്റെ ഉള്ളിലാണ്. ഇവിടെ ജനവാസ മേഖലയിൽ അയാൾക്ക് ഒരു അധികാരം ആരാണ് കൽപ്പിച്ചു കൊടുക്കുന്നത്? ഇപ്പോൾ ഈ കേരളം ഭരിക്കുന്ന ജനാധിപത്യ ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ്, വനം വകുപ്പ് മന്ത്രി, ഇവരൊന്നും അറിയാതെ, ഈ രാഷ്ട്രീയ നേതൃത്വം അറിയാതെയാണോ ഈ ഒരു നാടകം നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ആശങ്കപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു നിശബ്ദ കുടിയിറക്കിന്റെ കാഹളം നമുക്ക് ചുറ്റും മുഴങ്ങുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇവർക്ക് ലക്ഷ്യം ഇവിടെയുള്ള വനാതിർത്തികളോട് ചേർന്നുള്ള ഒരുപക്ഷെ ലക്ഷോപലക്ഷം മനുഷ്യരെ അവിടെ നിന്ന് ആട്ടിപ്പായിച്ച് അതെല്ലാം വനഭൂമിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് വന്യമൃഗങ്ങളെ കാടിറങ്ങാൻ ഇവർ അനുവദിച്ചു കൊടുക്കുന്നത്. കാട്ടിലിറങ്ങാതെ ഈ വന്യമൃഗങ്ങളെ കാടിനുള്ളിൽ നിയന്ത്രിക്കാനുള്ള പരിഷ്കൃത രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിൽ ശാസ്ത്രീയമായി നടപ്പിലാക്കുന്ന കള്ളിങ് അടക്കമുള്ള സകല കാര്യങ്ങളും നമുക്കറിയാവാഞ്ഞിട്ടല്ല. ഇവിടുത്തെ നിയുക്ത രാഷ്ട്രീയക്കാരും ഇവിടുത്തെ മന്ത്രിമാരും വിദേശ പര്യടനങ്ങൾ നിർബാധം നടത്തുന്നവരാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു വികസിത രാജ്യം അവിടെയുള്ള പൗരന്മാരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത കൊടുക്കുന്നത്? ആനയ്ക്ക് ചവിട്ടിത്തേക്കാനും കടുവയ്ക്ക് ആഹാരമാകാനും ഉള്ളതല്ല മനുഷ്യന്റെ ജീവിതം എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധം ഇവിടെ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതൊരു കുടിയിറക്കിന് ഈ സർക്കാരുകൾ കൂട്ടുനിൽക്കുകയാണ്. ബാക്കിയൊക്കെയും അവരുടെ വ്യർത്ഥമായ വാചാടോപങ്ങളാണെന്ന് നമ്മൾ ഗൗരവമായിട്ട് തിരിച്ചറിയുമ്പോഴാണ് ഇവിടെ പൊതുസമൂഹത്തിന്റെ ഒരു ശ്രദ്ധയുണ്ടാവണം. ഒരുപക്ഷെ ഒരു ജനകീയ കൂട്ടായ്മ ഈ കാടിറങ്ങുന്ന കാട്ടാളത്വത്തിനെതിരെ, വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിനെതിരെ ഒരു ജനകീയ കൂട്ടായ്മയും മുന്നേറ്റവും മതത്തിനോ രാഷ്ട്രീയത്തിനോ ജാതിക്കോ അപ്പുറമായി രൂപപ്പെട്ടില്ലെങ്കിൽ മലയോര നിവാസികൾ വന്യമൃഗങ്ങളുടെ ആഹാരമായിട്ട് മാറാനും അവർ ഒരായുസ് കൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത കൃഷിയിടങ്ങളും ആവാസ മേഖലകളും ഒക്കെയും ഉപേക്ഷിച്ച് പലായനത്തിന് വിധിക്കപ്പെട്ടവരുമായിട്ട് മാറുമെന്നുള്ള വലിയ പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് മനസാക്ഷിയുള്ള ഒരു പൊതുസമൂഹം ഉണരുകയും ഈ മലയോര നിവാസികൾക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും
തൊമ്മൻകുത്തിലെ മാത്രമല്ല, ഇതുപോലെ വനാതിർത്തികളോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരെ കുത്തിവീഴ്ത്താൻ ശ്രമിക്കുന്ന ഈ വനം വകുപ്പിന്റെ കിരാത ഭരണത്തിനെതിരെ സംഘാതമായ ഒരു പൊതു മനസാക്ഷി പ്രതികരണവും രൂപപ്പെടുത്തുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജോർജി പറയാനുള്ളത്. ഓക്കെ, അച്ഛൻ പറഞ്ഞ ആ ഒരു ഐക്യദാർഢ്യം, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അടുത്തൊരു ചോദ്യം. ഓരോ ദിനവും നേരം പുലരുമ്പോൾ ഇന്ന് വന്യമൃഗമാണോ അതോ വനപാലകരാണോ തങ്ങൾക്ക് പണി തരാൻ പോകുന്നത് എന്ന ആശങ്കയിലാണ് മലയോര മേഖലയിലെ കർഷക ജനത ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വനപാലകർ പറയുന്ന പോലെ കാര്യങ്ങൾ നടപ്പാക്കിയാൽ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു കുടിയിറക്കിന് മലയോര ജനത സാക്ഷ്യം വഹിക്കേണ്ട ഒരു ഗതികേടിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഈ മലയോര ജനത, കർഷക ജനത എന്നൊക്കെ പറയുന്നത് ഈ നാടിനെ അന്നമൂട്ടുന്ന ജനതയാണ്, ഈ നാടിന്റെ നിലനിൽപ്പിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ജനതയാണ്. ഇത്രത്തോളം വലിയൊരു പ്രതിസന്ധിയിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഹൈറേഞ്ചിലേക്ക്, വയനാട്ടിലേക്ക്, ഇടുക്കിയിലേക്ക് പലരുടെയും കണ്ണുകൾ പോകാത്തത്? എന്നാൽ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറം സ്ഥിതി ചെയ്യുന്ന ഗാസയിലേക്കും റാഫയിലേക്കും അങ്ങനെ പല പ്രദേശങ്ങളിലേക്കും കണ്ണുകൾ പോകുന്നു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ ഐക്യദാർഢ്യ റാലികളൊക്കെ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇവിടെ നടക്കുന്നു. എന്നാൽ കേരളത്തെ അന്നമൂട്ടുന്ന കർഷകരുടെ, മലയോര ജനതയുടെ പ്രശ്നങ്ങളിൽ കണ്ണെത്തുന്നില്ല. ഹാഷ്ടാഗുകൾ വരുന്നില്ല, ക്യാമ്പയിനുകൾ വരുന്നില്ല, സേവ് ക്യാമ്പയിനുകൾ വരുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെയൊരു ദുരവസ്ഥ? ഫാദർ ടോം മല്ലിക്കരോട്ട്. തമിഴിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, ഉഴുത് ഉണ്ണുന്നവനെ തൊഴുതുണ്ണണം എന്ന ഒരു ചൊല്ലുണ്ട്. യഥാർത്ഥത്തിൽ കർഷകന് സംസ്കാരങ്ങളൊക്കെയും ഏറ്റവും വലിയ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്ന, ആദരവ് കൊടുക്കുന്ന ഒരു വിഭാഗമാണ് കർഷക സമൂഹം. എന്നാൽ നമ്മളിവിടെ കാണുന്നത് കേരളത്തിൽ അതിനേറ്റവും വിപരീതമായിട്ടുള്ള നയങ്ങളും സമീപനങ്ങളുമാണ് കൃഷിക്കാർക്ക് നേരെ നിർബാധം നടന്നു വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ന്യായമായി മാധ്യമങ്ങളൊക്കെയും ഉയർത്തുന്ന ഒരു സംശയം, ഇത് ഒരു കാർബൺ ഫണ്ടിങ് നേടിയെടുക്കാനുള്ള ഗവൺമെന്റുകളുടെ ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണോ? വനവിസ്തൃതി വർദ്ധിപ്പിക്കുകയും അതുവഴി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കാർബൺ ഫണ്ടിങ് നിർബാധം ലഭിക്കുന്നതിനുള്ള ഒരു ഗൂഢശ്രമമാണോ? മറുപടി പറയേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റാണ്, നിയുക്തരായിരിക്കുന്ന ജനാധിപത്യ സംവിധാനങ്ങളാണ് ഇതിന് മറുപടി പറയേണ്ടത്. ഇവിടെ ഇങ്ങനെ ഒരു ആരോപണം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. മാധ്യമങ്ങളിലൂടെ, കർഷക സംഘടനകളിലൂടെ അത് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം, മലപ്പുറത്ത് ഒരു മനുഷ്യനെ കടിച്ചു വന്ന നരഭോജി കടുവയെ ആ ആഴ്ച 1 കഴിഞ്ഞിട്ടും പിടികൂടാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കാടിറങ്ങുന്ന ആനകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴാണ് തൊമ്മൻകുത്തിലെ മനുഷ്യരുടെ വീട്, റവന്യൂ ഭൂമിയിലുള്ള മനുഷ്യരുടെ വീടാന്തരം ഇവർ കയറി ഇറങ്ങി നോട്ടീസ് കൊടുക്കുകയും ചോദ്യം ചെയ്യാൻ വിളിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്രമേൽ നിഷ്ക്രിയമായിട്ടുള്ള ഒരു ജനവിരുദ്ധമായിട്ടുള്ള ഒരു സമീപനങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ന്യായമായി സംശയിക്കുകയാണ്, ഈ ആരോപണങ്ങൾ ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ കുടിയിറക്കിലേക്ക്, അനേക ലക്ഷം മനുഷ്യരെ ബാധിക്കുന്ന ഒരു ജീവൽ പ്രശ്നത്തിലേക്കാണ് നമ്മളെല്ലാം കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഇവിടെ നമുക്ക് ആത്മാർത്ഥതയുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ ഇവിടെ വേണ്ടത് ഈ പറയുന്ന വന നിയമങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള പൊളിച്ചെഴുത്തുകൾ ഈ ഗവൺമെന്റുകൾ കൊണ്ടുവരണം. വന നിയമങ്ങളിൽ പ്രത്യേകിച്ച് 1973 മുൻപുള്ള ഭൂമി കൈവശ ഭൂമിയായിട്ട് അനുവദിച്ചു കൊടുക്കാൻ നിയമമുള്ള ഒരു നാട്ടിലാണ് അതിനൊക്കെയും ഏറെ മുമ്പുള്ള ഈ ഭൂമികളിലൊക്കെയുള്ള മനുഷ്യർക്ക് നേരെ ഇങ്ങനെയുള്ള വനം വകുപ്പിന്റെ നായാട്ടുകൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ വന്യജീവികളുടെ ആക്രമണങ്ങൾ ഒരുപക്ഷെ ഒരു ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥതയുടെ അടയാളമാണെങ്കിൽ അങ്ങനെയുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയും വനം വകുപ്പിനെതിരെയും കർശന നടപടികൾ എടുക്കാനും അവരെ മാതൃകാപരമായി ശിക്ഷിക്കാനും, അതുപോലെ തന്നെ റവന്യൂ ഭൂമിയിൽ അവർ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കാനും ഗവൺമെന്റ് തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇവിടെ ഒരു ഒളിച്ചുകളി നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റു പറയാൻ പറ്റില്ല. മറ്റെന്തൊക്കെയോ ഗൂഢലക്ഷ്യങ്ങളോടെയാണോ ഇങ്ങനെ നിർബാധം ഈ വനം വകുപ്പിന് അധികാരം കൊടുക്കുന്നത്, മനുഷ്യരെ പീഡിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നത്? അതുപോലെ തന്നെ ഈ വന്യമൃഗങ്ങൾക്ക് ഇരയാകുന്നവർക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാരം വളരെ തുച്ഛമാണ്. പ്രഖ്യാപനങ്ങൾക്കപ്പുറം ആർക്കാണത് ലഭിക്കുന്നത്, എപ്പോഴാണ് അത് കിട്ടുന്നത്, ഇതൊക്കെയും സംശയാസ്പദമായി നിലനിൽക്കുന്ന ആരോപണങ്ങളുടെ വിഷയമായിട്ട് മാറുകയാണ്. ജോർജി, അതുകൊണ്ട് ഇവിടെ ഒരു ഗവൺമെന്റിന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് നമുക്ക് ഗൗരവമായ സംശയമുണ്ട്. അവരുടെ നടപടികളിലെ സുതാര്യതയില്ലായ്മയും സത്യസന്ധതയില്ലായ്മയും തീർച്ചയായിട്ടും സാധാരണ മനുഷ്യന്റെ, മലയോര നിവാസികളുടെ ആശങ്ക
മനുഷ്യന്റെ ജീവൻ പ്രശ്നങ്ങളോട് മുഖം തിരിച്ചു നിന്നിട്ട് നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്? അതുകൊണ്ട് ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഇങ്ങനെയുള്ള മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീകരമായ അതിക്രമങ്ങൾ പ്രത്യേകിച്ച് ഗവൺമെന്റ് സംവിധാനങ്ങളിൽ നിന്നുണ്ടാകുമ്പോൾ നമുക്ക് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ ഇതിനെതിരെ ഉയരുകയും ഒരുപക്ഷെ ഒരു പൊതു മുന്നേറ്റം ഇങ്ങനെയുള്ള നയങ്ങൾക്കെതിരായിട്ട് രൂപപ്പെടുകയും ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിരിക്കുന്ന കാലമാണ്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഫാദർ ടോം മല്ലിക്കരോട്, അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു സർക്കാരിന്റെ കെടുകാര്യസ്ഥത. ഒപ്പം തന്നെ മറ്റൊരു ഭയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ ചില ജനപക്ഷത്തു നിന്നുള്ള ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഈ ഒരു വിഷയത്തിൽ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ഈ വന നിയമവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ വനംവകുപ്പ് വേഴ്സസ് മലയോര ജനത ആ ഒരു വിഷയത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ ഒരു കുറ്റകരമായിട്ടുള്ള ഒരു നിശബ്ദത അത് ഭയം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ? മാത്രമല്ല ഈ വനംവകുപ്പ് നടത്തുന്ന അല്ലെങ്കിൽ അവിടെ നിശബ്ദമായിട്ടുള്ള ഒരു കുടിയിറക്ക് നേരിടേണ്ടി വരുന്ന മലയോര ജനതയ്ക്കൊപ്പം സഭ എത്തരത്തിലാണ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്? ഐതിഹാസികമായിട്ടുള്ള പല സമരങ്ങൾക്ക്, ജനപക്ഷത്തു നിന്നുള്ള പല സമരങ്ങൾക്കും കത്തോലിക്ക സഭ കേരളത്തിൽ നേതൃത്വം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ദിശയിലേക്കുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? രണ്ട് ചോദ്യങ്ങൾ ഫാദർ ടോം. ജോർജി, തീർച്ചയായിട്ടും കേരളത്തിലെ കത്തോലിക്ക സഭ വളരെ പ്രത്യേകമായിട്ട് സീറോ മലബാർ സഭയുടെ ചരിത്രം നമ്മൾ എടുത്താൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ മലയോര കർഷകന്റെ ഒപ്പം കുടിയിറക്കപ്പെടാൻ ഒഴുകുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന മനുഷ്യരുടെ ഒപ്പം വളരെ ശക്തമായി നിലകൊള്ളുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറുള്ള ഒരു സഭാ നേതൃത്വത്തിന്റെ ചരിത്രമാണ് നമുക്കുള്ളതെങ്കിൽ ആ ചരിത്രം നമ്മൾ ഇനിയും ആവർത്തിക്കുമെന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. ഇവിടുത്തെ സഭ, സീറോ മലബാർ സഭ, കേരള സഭ ഇവിടുത്തെ കർഷകന്റെ ഒപ്പമാണ്, അതിക്രമത്തിന് ഇരയാവുന്ന മനുഷ്യരുടെ ഒപ്പമാണ്, നിശബ്ദ കുടിയിറക്കിന് വിധിക്കപ്പെടുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഭയന്ന് കഴിയുന്ന സാധാരണ മനുഷ്യന്റെ ഒപ്പം അവസാന ശ്വാസം വരെ ഇവിടുത്തെ സഭയുണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ് നമുക്കിവിടെ ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമത് ജോർജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് കാണിക്കേണ്ട ഒരു ഇച്ഛാശക്തിയുണ്ട്. ഉദ്യോഗസ്ഥരെ നിലയ്ക്കു നിർത്താൻ, വകുപ്പുകളെ തമ്മിൽ ഏകോപിപ്പിക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിക്കേണ്ട ഒരു സമയമാണിത്. രാഷ്ട്രീയക്കാർ ശരിയാണ്, കർഷകന് വേണ്ടി സംസാരിച്ചാൽ അത് തീരെ ഗ്ലാമർ ഇല്ലാത്ത ഒരു വിഷയമാണ്. ഇലക്ഷൻ എടുക്കുമ്പോഴല്ലാതെ മറ്റെപ്പോഴാണ് കർഷകനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആവശ്യമായിട്ട് വരുന്നത്? അത് തീരെ ഗ്ലാമറില്ല. ഗ്ലാമറുള്ള ഒരുപാട് വിഷയങ്ങളിൽ അനാവശ്യമായിട്ട് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ വാദോരാതെ അഭിപ്രായം പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇവിടുത്തെ മനുഷ്യന്റെ, അവരെ വോട്ട് തന്ന് ജയിപ്പിച്ച മനുഷ്യരുടെ ജീവൻ പ്രശ്നങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഇടപെടാൻ പറ്റാതെ പോകുന്നതെന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ദയനീയമായ ഇരുട്ട മുഖം എന്ന് പറയും. അതുകൊണ്ട് ഇവിടെ ഇതിനുള്ള പരിഹാരം എന്താണ്? പരിഹാരം എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇച്ഛാശക്തി ഉണ്ടാകണം. അനാവശ്യമായ അധികാരങ്ങളും അനിയന്ത്രിതമായിട്ടുള്ള നടപടികളിലേക്ക് പോകാതെ വനം വകുപ്പിനെ നിയന്ത്രിക്കാൻ പറ്റണം, വന നിയമങ്ങളെ പൊളിച്ചെഴുതാൻ പറ്റണം, ജനജീവിതം സുഗമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അത് സ്വീകരിക്കുന്നത് വരെ അങ്ങനെ ഒരു ഗവൺമെന്റിനെ കുറിച്ച് ഇവിടെയുള്ള കർഷകരെ, മലയോര നിവാസികളെ ഗൗരവത്തിലെടുക്കാൻ, അവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ തക്ക വിധം ഉണർന്ന് പ്രവർത്തിക്കാൻ, ഈ ഭരണകൂടത്തെ ആവശ്യപ്പെടാൻ തക്ക വിധം ഒരു പൊതുബോധവും ഒരു പൊതു മുന്നേറ്റവുമാണ് ജോർജ് ഏറ്റവും അത്യാവശ്യമായിട്ട് ഈ കാലത്ത് രൂപപ്പെടേണ്ടത്. അതിന് സഭയുടെ എല്ലാ പിന്തുണയും ഉണ്ട്. നാളിതുവരെ നടത്തിയതുപോലെ കർഷക സമൂഹത്തോടൊപ്പം അവരുടെ ആകുലതകളോടൊപ്പം ഈ സഭ ഇനിയും നടക്കുമെന്നുള്ളതാണ് ജോർജി നമുക്ക് പറയാനുള്ളത്. വളരെ വ്യക്തമാണ്. അതിഭയാനകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് മലയോര മേഖലയിലെ കർഷക ജനത നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ നിസ്സംഗത മനോഭാവത്തോടെ ആ വിഷയത്തെ നോക്കിക്കാണുന്ന രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ, ഇവിടുത്തെ ഭരണകൂട സംവിധാനങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു സമര കാഹളം മലയോര മേഖലയിൽ നിന്നും ഉയർന്ന് കേൾക്കാൻ പോവുകയാണ്. അതിന് ശക്തമായിട്ടുള്ള പിന്തുണ കത്തോലിക്ക സഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോട് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിടുന്നത് ഇവിടുത്തെ കാട്ടാനയല്ല, കാട്ടുപന്നിയല്ല, കടുവയല്ല, മറിച്ച് എല്ലുമുറിയെ പണിയെടുത്ത്, മണ്ണിൽ പണിയെടുത്ത് ഈ നാടിനെ അന്നമൂട്ടാനായി എല്ലുമുറിയെ പണിയെടുക്കുന്ന, യത്നിക്കുന്ന, അധ്വാനിക്കുന്ന കർഷക ജനതയാണ്, മലയോര ജനതയാണ്, പാവപ്പെട്ട ജനങ്ങളാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് നല്ലത്. ഈ വിഷയത്തിൽ ശക്തമായ മറുപടികളുമായി, ഈ വിഷയത്തിൽ വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവെച്ച ഫാദർ ടോം ഒലിക്കരോട്ട് അങ്ങേക്ക് നന്ദി.